നമസ്കാരം, ഞാൻ റഫ്ന. അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ജനുവരി 5-ന് മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ബഹ്റൈനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. ബഹ്റൈൻ അറേബ്യൻ ഗൾഫ് കപ്പ് ഫൈനലിലെത്തിയ പശ്ചാത്തലത്തിലാണ് അവധി പ്രഖ്യാപിച്ചത്. ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഫൈനലിൽ മത്സരിക്കുന്ന ബഹ്റൈൻ ദേശീയ ഫുട്ബോൾ ടീമിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണിത്. ബഹ്റൈനിലെ പുതുവത്സരാഘോഷങ്ങളിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു. വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗങ്ങളായിരുന്നു പലയിടത്തും ബഹ്റൈൻ ടൂറിസം മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയത്. കലാത്ത്, അൽ ബഹ്റൈൻ വാട്ടർ ഗാർഡൻ സിറ്റി, ബഹ്റൈൻ ഹാർബർ, ബഹ്റൈൻ ബേ ബീച്ച്, ദ അവന്യൂസ്, മനാമ എന്നിവിടങ്ങളിലെ കാഴ്ചകൾ കാണാൻ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. കൂടാതെ ബഹ്റൈൻ ബേയിലും ദി അവന്യൂസ് ബഹ്റൈനിലും ഡ്രോൺ ഷോകളും നടന്നു. വർഷാവസാന ആഘോഷങ്ങൾ ആസ്വദിക്കാൻ GCCയിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നും അവധിക്കാല വിനോദസഞ്ചാരികളുടെ വലിയൊരു പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. പുതുവർഷം പിറന്നപ്പോൾ വികസനത്തിന്റെയും വളർച്ചയുടെയും പാതയിൽ മുന്നേറുകയാണ് ബഹ്റൈൻ. രാജാവ് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലും രാജ്യം വികസന രംഗത്ത് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. വ്യാവസായിക ഉൽപാദന രംഗത്ത് രാജ്യം കൈവരിച്ചിട്ടുള്ള വളർച്ച പുതുവർഷത്തിൽ വികസന രംഗത്തിന് വളരെയേറെ സഹായകമാകും. ബാപ്കോ ആധുനികവൽക്കരണ പദ്ധതി, അൽബയും സൗദി അറേബ്യൻ മൈനിംഗ് കമ്പനിയും പരസ്പരം സഹകരിക്കാനുള്ള തീരുമാനം എന്നിവ രാജ്യത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. നിക്ഷേപ സൗഹൃദ രാജ്യമായ ബഹ്റൈനിലെ വിദേശ നിക്ഷേപം 399.2 ദശലക്ഷം ദിനാറായി എന്നതും പ്രതീക്ഷ നൽകുന്നതാണ്. ഉൽപാദന മേഖലയ്ക്ക് പുറമെ ടൂറിസം, ധനകാര്യ സേവന മേഖലകളിലും പുതിയ നിക്ഷേപം വരുന്നു. ഈ നിക്ഷേപങ്ങൾ അടുത്ത 3 വർഷത്തിനുള്ളിൽ 5400 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ഡിജിറ്റൽ പരിവർത്തനത്തിലും രാജ്യം മുന്നേറുകയാണ്. ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ പുരോഗതിയുടെ സൂചകമായ 2024 ഗ്ലോബൽ ഡിജിറ്റലൈസേഷൻ ഇൻഡെക്സിൽ ബഹ്റൈൻ അറബ് രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്താണ്. രാജ്യത്തെത്തിയ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനയുണ്ടായത് ടൂറിസം, ബിസിനസ് മേഖലകളിലെ ഉണർവിന്റെ ശക്തമായ സൂചനയാണ്. ക്രൂയിസ് സീസണിന്റെ തിരിച്ചുവരവാണ് രാജ്യത്തെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർധനയ്ക്ക് മറ്റൊരു കാരണം. ബഹ്റൈൻ പുതുവർഷ സമ്മാനമായി എമിറേറ്റ്സിന്റെ A350 എയർബസ് വിമാന സർവീസ് ജനുവരി 8 മുതൽ ആരംഭിക്കും. ബഹ്റൈനിലേക്കും കുവൈത്തിലേക്കും A350 എയർബസ് സർവീസ് ഉണ്ടാകും. ബഹ്റൈനിലേക്കുള്ള എയർലൈനിന്റെ 3 പ്രതിദിന ഫ്ലൈറ്റുകളിൽ 2 എണ്ണം A350 ആയിരിക്കും. യാത്രക്കാർക്ക് നൂതനമായ ഇൻഫ്ലൈറ്റ് സാങ്കേതിക വിദ്യ, വേഗമേറിയ വൈഫൈ, സിനിമാറ്റിക് എന്റർടൈൻമെന്റ് അനുഭവം, വിപുലമായ മീഡിയ ലൈബ്രറി എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ബഹ്റൈനിലേക്ക് എമിറേറ്റ്സ് പ്രതിവാരം 22 ഫ്ലൈറ്റ് സർവീസുകൾ നടത്തുന്നുണ്ട്. എയർബസ് A350 വിമാനത്തിന് പുറമെ ബോയിങ് 777 വിമാനമാണ് സർവീസ് നടത്തുന്നത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി മനാമ, സൽമാനിയ, എയർ ഏരിയയിലെ തൊഴിലാളികൾക്ക് ഉച്ചഭക്ഷണ പാക്കറ്റുകൾ, പഴങ്ങൾ, മധുര പലഹാരങ്ങൾ, വെള്ളക്കുപ്പികൾ എന്നിവ ലൈറ്റ് ഓഫ് കൈൻഡ്നസ് വിതരണം ചെയ്തു. വർഷം മുഴുവനും തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ലൈറ്റ് ഓഫ് കൈൻഡ്നസിന്റെ നിലവിലുള്ള സംരംഭമായ ബീറ്റ് ദി ഗോൾഡ് 2025ന്റെ ഭാഗമായാണ് വിതരണം. ലൈറ്റ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സെയ്ദ് ഹനീഫ്, ദിൽവാർ ശക്തിവേൽ, മുഹമ്മദ് യൂസഫ് എന്നിവർ ഈ വിതരണത്തിൽ പങ്കെടുത്തു. 2 കൊല്ലം മുമ്പ് വിസിറ്റ് വിസയിൽ ബഹ്റൈനിലെത്തുകയും ജോലി അന്വേഷണത്തിനിടയിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു ജോലിയും വരുമാനവും ഇല്ലാതെ പ്രയാസത്തിലാവുകയും ചെയ്ത കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ പ്രവാസി വെൽഫെയറിന്റെ സേവന വിഭാഗമായ ടീം വെൽകെയർ ഉദാരമതികളുടെ സഹായത്തോടെ യാത്രാ ടിക്കറ്റും ഗൾഫ് കിറ്റും നൽകി നാട്ടിലേക്ക് മടങ്ങുന്നതിന് സഹായിച്ചു. ഇന്ത്യൻ എംബസിയിൽ നിന്നും തൽക്കാൽ പാസ്പോർട്ടും ഇമിഗ്രേഷൻ ക്ലിയറൻസും നടത്തി കഴിഞ്ഞ ദിവസം അദ്ദേഹം സുരക്ഷിതമായി നാട്ടിലെത്തി. തന്റെയും കുടുംബത്തിന്റെയും മെച്ചപ്പെട്ട ഭാവി ജീവിതത്തിനായി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് പ്രയാസത്തിലകപ്പെട്ട യുവാവിന്റെ ദുരിതമകറ്റി നാട്ടിലെത്തിക്കുവാൻ സഹായിച്ച എല്ലാ സുമനസ്സുകൾക്കും പ്രവാസി വെൽഫെയറിന്റെയും ടീം വെൽകെയറിന്റെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി ടീം വെൽകെയർ കൺവീനർ മുഹമ്മദ് അലി മലപ്പുറം പറഞ്ഞു. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യതാൽപര്യം മാത്രം നോക്കി പ്രവർത്തിച്ച നേതാവായിരുന്നു എന്ന് ബഹ്റൈൻ OICCയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടത്തിയ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മൂലം ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച ആളുകൾക്ക് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിച്ചില്ല എന്നും
അധികാരമൊഴിഞ്ഞു 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ വില രാജ്യം അറിയുന്നതെന്നും OICCയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബഹ്റൈൻ കേരളീ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, KMCC ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, പ്രമുഖ മാധ്യമപ്രവർത്തകൻ സോമൻ ബേബി, ബഹ്റൈൻ കേരളീ സമാജം ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, ബഹ്റൈൻ പ്രതിഭ പ്രസിഡന്റ് ബിനു മണ്ണിൽ, OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, NSS പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ, ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിജു ജോർജ്, ICRF അംഗം ചെമ്പൻ ജലാൽ, ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എബ്രഹാം ജോൺ, KCA മുൻ പ്രസിഡന്റ് സേവി മാത്തുണ്ണി, ബഹ്റൈൻ മാർത്തോമ ചർച്ച് പ്രതിനിധി ചാൾസ് തുടങ്ങിയ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അനുസ്മരണ പ്രഭാഷണം നടത്തി. OICC നേതാക്കൾ യോഗത്തിന് നേതൃത്വം നൽകി. BMC ന്യൂസിൽ ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. കഴിഞ്ഞ വർഷത്തെ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് 4 താരങ്ങൾ അർഹരായി. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D. ഗുകേഷ്, പുരുഷ ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗ്, പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് പ്രവീൺ കുമാർ എന്നിവർക്കാണ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. നേരത്തെ മനു ഭാക്കർക്ക് മാത്രമായിരുന്നു പുരസ്കാര സമിതി ഖേൽ രത്ന ശുപാർശ ചെയ്തിരുന്നെങ്കിലും കേന്ദ്ര സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് 4 താരങ്ങൾക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ മനു ഭാക്കറുടെ പേര് ഖേൽ രത്ന പുരസ്കാരത്തിന് പരിഗണിക്കാതിരുന്നത് വിവാദമായിരുന്നു. ഇതിനെതിരെ മനുവിന്റെ പരിശീലകൻ ജസ്പാൽ റാണയും പിതാവ് രാം കിഷനും രംഗത്തെത്തിയെങ്കിലും കൃത്യസമയത്ത് അപേക്ഷിക്കാനത് തന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന് മനു ഭാക്കർ വിശദീകരിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത ഇനത്തിലും ടീം ഇനത്തിലും മനു വെങ്കലം നേടി ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ല. ഈ ആചാരങ്ങളെ വിമർശിക്കാൻ ശിവഗിരിക്കോ മുഖ്യമന്ത്രിക്കോ ധൈര്യമുണ്ടോ എന്നും സുകുമാരൻ നായർ ചോദിച്ചു. മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം.
ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്. ഓരോ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് മുന്നോട്ടു പോകാൻ ഹൈന്ദവ സമൂഹത്തിന് അവകാശമുണ്ട്. ശബരിമലയിൽ എല്ലാവരും ഉടുപ്പിട്ടാണ് പോകുന്നത്. അത് അവിടുത്തെ രീതി. ഹിന്ദുമതത്തിന് മാത്രം ഈ രാജ്യത്ത് ഒന്നും പറ്റില്ല എന്ന ചിലരുടെ പിടിവാശി അംഗീകരിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്ക് 1 മാസത്തിനകം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്കിൻ ബാങ്കിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും അവയവദാന പ്രക്രിയയിലൂടെ ത്വക്ക് ലഭിക്കാനായി കേസോട്ടോയുടെ അനുമതി ആവശ്യമാണെന്നും വീണ ജോർജ് വ്യക്തമാക്കി. കേസോട്ടോയുടെ അനുമതി ഉടൻ ലഭ്യമാക്കി മറ്റു നടപടിക്രമങ്ങൾ പാലിച്ച് 1 മാസത്തിനകം സ്കിൻ ബാങ്ക് കമ്മീഷൻ ചെയ്യും. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൂടി സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. സ്കിൻ ബാങ്ക് സ്ഥാപിക്കാനുള്ള സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാൻസ് യൂണിറ്റുകളെ ശക്തിപ്പെടുത്താനായി ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്തുവെച്ച് ആവശ്യമുള്ള രോഗികൾക്ക് നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വെച്ച് പിടിപ്പിക്കുകയാണ് സ്കിൻ ബാങ്കിലൂടെ ചെയ്യുന്നത്. അപകടങ്ങളാലും പൊള്ളലേറ്റും ത്വക്കിന് കേടുപാട് സംഭവിച്ചവർക്ക് പകരം ത്വക്ക് വെച്ച് പിടിപ്പിച്ചാൽ അണുബാധയുണ്ടാകാതെ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാനാകും. കൂടാതെ രോഗിയെ വൈരൂപ്യത്തിൽ നിന്നു രക്ഷിക്കാനുമാകും. മറ്റു അവയവങ്ങൾ പോലെ ത്വക്ക് ദാനം ചെയ്യാനുള്ള അവബോധം ശക്തമാക്കണമെന്നും വീണ ജോർജ് പറഞ്ഞു. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധി മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബീഹാർ ഗവർണറായിരുന്നു ആർലേക്കർ. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ ആർലേക്കറെ മുഖ്യമന്ത്രി മന്ത്രിമാരും ചേർന്നാണ് സ്വീകരിച്ചത്. 1980-കൾ മുതൽ സജീവ BJP RSS പ്രവർത്തകനായ ആർലേക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര സർക്കാരുമായും അടുത്ത ബന്ധം പുലർത്തുന്ന BJP നേതാവാണ്. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് നിയമിച്ചതിന് പിന്നാലെയാണ് ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലേക്കറെ കേരളത്തിലേക്ക് നിയോഗിച്ചത്. RSSലൂടെയായിരുന്നു ആർലേക്കറിന്റെ രാഷ്ട്രീയ പ്രവേശം. 1989-ൽ BJPയിൽ അംഗത്വമെടുത്ത ആർലേക്കർ ഗോവയിൽ വനം വകുപ്പ് മന്ത്രിയുമായും സ്പീക്കറായും ചുമതല വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാള വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.